സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി. സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട്. രേണു പങ്കുവെക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിടേണ്ടി വന്നത്. ഇപ്പോഴിതാ തന്റെ ശരീരത്തെ പരിഹസിച്ചും ചീത്ത വിളിച്ചും വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു. അസഭ്യം കമന്റുമായി കുറിക്കുന്നവരെ നിയമപരമായി നേരിടാണ് രേണുവിന്റെ തീരുമാനം. സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ പുതിയ വീട്ടിൽ നിന്നും പുറത്താക്കിയോ എന്ന കമന്റുകളോടും രേണു പ്രതികരിച്ചു. സുധിച്ചേട്ടന്റെ രണ്ടു മക്കളും എന്റെ മക്കൾ തന്നെയാണ്. ഋതുലിനേക്കാളും മുൻപ് എന്നെ അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. അവൻ കഴിഞ്ഞിട്ട് മാത്രമേ ഋതുലിനോട് സ്നേഹമുള്ളൂ. എനിക്ക് ഇതൊന്നും നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ പേരിലല്ല പുതിയ വീടെന്ന് പല ആവർത്തി അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീട് വെച്ച് തന്നവരും ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ കിച്ചുവിനെ അടിച്ചിറക്കുന്നതെന്നും ഇവർ പറയുന്നത്. എന്നെ കമന്റ്സിൽ വന്ന പലരും തെറി വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് കെട്ടിയോനില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പച്ചക്കെന്നെ തെറി വിളിക്കുന്നത് എന്ന് എനിക്കറിയാം. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് ഇവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. ഇവരിൽ ഒരാളെയെങ്കിലും ഞാൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും രേണു പറഞ്ഞു. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമുക്ക് ഇടയിലുണ്ടല്ലോ. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ? അവരോട് ആരോടുമില്ലാത്ത പ്രശ്നമാണ് എന്നോട് ഇവർ തീർക്കുന്നത്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികൾ ഒരു കമന്റിലൂടെ ഒന്നും പറയുന്നില്ലല്ലോ. ബിക്കിനി ഫോട്ടോഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തിടണം എന്ത് ഇടേണ്ട എന്നത് അവനവന്റെ ഇഷ്ടമാണ്. ഞാനൊരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തെറിയാണ് പലരും വിളിക്കുന്നത്. ഏത് സോങ്ങിന് റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അതിന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. വയലിൽ പിടിക്കുന്നത് അഭിനയത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ജീവിതമല്ല. ഇന്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതും എനിക്ക് കംഫർട്ടാണെങ്കിൽ മാത്രം. ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത്. അതുപോലെ ബോഡി ഷേമിംഗ് കമന്റ് ഇടുന്നവരോട് അവർ ചിലപ്പോൾ ഐശ്വര്യ റായ് ആയിരിക്കാം. എനിക്ക് ദൈവം തന്നത് ഇങ്ങനെയാണ്. മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾ ഞാൻ വിട്ടു എന്നും രേണു പറയുന്നു. റീൽ കണ്ടതിന് ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി. കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഉടൻ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഓക്കെ അമ്മയെന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല. ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു. അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. കിച്ചു ഇത് കണ്ടാൽ എന്തു ചെയ്യുമെന്നൊക്കെ കമന്റ് കണ്ടു. അവൻ എന്ത് ചെയ്യാനാണ്? അവനൊരു കുഴപ്പവുമില്ല. കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും. അവൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. അവനറിയാം ഞാൻ ആരാണെന്ന്. എനിക്കറിയാം അവൻ ആരാണെന്നും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ വിടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്തു ചെയ്യാനാണ്? അവര് കാണും, നല്ലതാണേ നല്ലതെന്ന് പറയും. കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു. ശരിക്കും മടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത്. അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക്. പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഏട്ടൻ മരിച്ചതുകൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം. ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ കെട്ടുക, മക്കളുടെ സമ്മതത്തോടെ. അപ്പോൾ പിന്നെ ഈ പേരങ്ങ് തീർന്നു കിട്ടുമല്ലോ. എല്ലാം എന്തു വഴിയാ വിധവ എന്നത് മാറ്റാൻ മുൻപിലുള്ളത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഒരു വീട് എന്ന സ്വപ്നം സഫലമായത്. KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ ഭാര്യ രേണുവിനും രണ്ടു മക്കൾക്കുമായി വീട് തയ്യാറാക്കിയത്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു.